ടു ദേവ്സ് വേൾഡ്. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അലിഗേറ്ററിന്റെ അപ്ഡേറ്റ്സും ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അവന്റെ പുറത്തൊരു കുരു വന്നത്. അപ്പൊ നമ്മൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുറെ പേര് മെസ്സേജുകളിലൂടെ നമുക്ക് കുറെ അറിവുകൾ പറഞ്ഞു തന്നിരുന്നു. നമ്മൾ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞ ആ ഒരു ഇത് വൈറസോ അല്ലെ ഫംഗസോ മൂലം ഉണ്ടായ ഒരു കുരുവാണ്, കുഴപ്പമില്ല, നിങ്ങൾ അതുകൊണ്ട് അതൊന്ന് എടുത്ത് കളയുക. 3 ദിവസം നമ്മൾ ഈ ടെട്രാസൈക്കിൾ എന്ന് പറഞ്ഞ ഈ മരുന്ന് ആ ടാങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത് ചെയ്യാൻ പോവാണ്, നോക്കാം. അതിന്റെ കുരു വലുതായിട്ടാ, കുരു നല്ല വലുതായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ അലിമോനെ കിടത്തി ചികിത്സിക്കാൻ പോവാണ്. അതിന് നമ്മൾ തുണിയൊക്കെ വിരിക്കുകയാണ്, ടേബിളിൽ ഒന്ന് സെറ്റ് ചെയ്യാണ് ആളെ കിടത്താൻ വേണ്ടിയിട്ട്. എടുക്കാൻ പോട്ടെ, ഭയങ്കര സ്ട്രോങ് ആയിട്ടാ. ഓൻ കഴിച്ച് ചെമ്മീനടക്കം പുറത്തുനിന്ന് സ്ട്രോങ് ആയി. രക്ഷയില്ല, എന്താവും ആ കുരുവിന്റെ ഭാഗം പുറത്തേക്കായിട്ട് പിടിക്കും. ആള് വെള്ളത്തിൽ കിടന്ന് വെളുത്താ കണ്ണു കിട്ടോ കിട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് പാളിപ്പോയി. നമ്മൾ രണ്ടാമത് ഒന്നുകൂടി ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ്. നമുക്ക് നോക്കാം. മണ്ണില് ശ്വാസം കൊടുക്കാൻ കിട്ടണ്ടേ? ഓ മൈ ഗോഡ്. ഷോട്ട് എടുത്താ, ഉള്ളൂരി എടുത്താ. ഷോട്ട് രഘു ദീപകാന്റെ അടുത്ത് വരുമോ? വേഗം എടുക്കണോ? എടുത്തു കഴിഞ്ഞ് അത് നേരത്തെ ചെയ്താ മതിയിരുന്നല്ലേ. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാൻ ദാസ. കപിലാസേ മതി തോന്നുന്നു. വിശ്വാ തല കറങ്ങരുത് കേട്ടാ. ചോര കാണുന്നു. മീശനെ പിടിക്കാനൊന്നും ഇവിടെ ആളില്ല, മീനെ പിടിക്കാൻ മാത്രമേ ആളുള്ളൂ. മാർക്കോ 3 ഇതും കേട്ട് സഹിച്ച് കിടക്കണം, സമ്മതിക്കണം. അലിഗേറ്ററിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്, ബ്ലഡിൻ്റെ ഒക്കെ ഒരു ഇത് കാരണം. പിന്നെ എല്ലാ വീഡിയോയിലും നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എന്തായാലും ഉണ്ടാവും. നമ്മൾ ഇതേപോലെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ പെറ്റ്സിന് ചെയ്യുന്നതാണ്. സന്തോഷകരമായിട്ട് നമ്മുടെ പ്ലാൻ വിജയിച്ചിരിക്കുകയാണ്. ആളുണ്ടല്ലോ ആ വാലിന്റെ ഭാഗത്ത് റെഡ് മറ്റേതാണല്ലേ. അത് നമുക്കതാ വീഡിയോയിൽ ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല, നമുക്ക് നോക്കാം. മാക്സിമം ബ്ലറാക്കി ഇടണം. സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടി വരുന്നല്ലേ. മൊത്തം ഒഴിവാക്കിട്ടാ, ആ കുരു മൊത്തം നമ്മൾ ഒഴിവാക്കിട്ടാ. അത് തടയി കാണിച്ചു തുടങ്ങി. എന്താണ്ടാ ആദ്യം ഇവിടെ നല്ല വലിയ കുരു ഉണ്ടായിരുന്നു, ഇപ്പം അത് മൊത്തം ഒഴിവായി. ഒന്ന് ഫോക്കസ് ചെയ്താ തൊട്. അത് നമ്മൾ മൊത്തം എടുത്ത് ഒഴിവാക്കിട്ടാ. ഇനി മുഴുവൻ ഉണങ്ങണം, അതിനാണ് കുറച്ച് ടൈം എടുക്കുക. അപ്പോൾ ഓക്കെ, ചെയ്തത് കുഴപ്പമില്ല. ഇനി ബാക്കി എന്താ മരുന്നിട്ട് നമുക്ക് ചെയ്യാം. ഈ ടാഗ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്കിത് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ദീപകാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെറ്റ്സിനെ, അതുപോലെ നായ്ക്കളെ ആയാലും പൂച്ചകളെ ആയാലും എല്ലാം നല്ലപോലെ ഇങ്ങനെ കെയർ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമ്മുടെ മിഷൻ. അവനെ നമ്മൾ റെഡിയാക്കി മാറ്റി കിടത്തിയിരിക്കുകയാണ്.
ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്, പുതിയ വെള്ളമൊക്കെ ആക്കിയിട്ടുണ്ട്. വെള്ളം കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു ലെവലിലാകുമ്പോൾ നമുക്ക് ഈ ഒരു ഗുളിക ഇട്ടാൽ മതി. ടെട്രാസൈക്ലിൻ ഒരു 250 mg ഒരു ഗുളികയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഇതിൽ പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുക കേട്ടോ. ആ ക്യാപ്പ് വലിട്ടോ, ക്യാപ്പ് വലിട്ടോ. അതെ, എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ അലിഗേറ്ററിന് ഇടാൻ പോവാണ്. ഇതാണ് പ്രോസസ്സ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. അപ്പം നമുക്ക് അവനെ പിടിച്ച് ഇതിലേക്ക് ഇടാം. ഓക്കെ, എനിക്കത് എന്റെ കുട്ടീനെ അതായിരിക്കുന്നു അവിടെ അവിടെ ഒറിജിനൽ. നന്നായിട്ട് കുളിപ്പിച്ചല്ലോ. എന്റെ കുട്ടിയല്ലേ? സ്റ്റേ ചെയ്യും കുറച്ച് നേരം. ഫുൾ ഇരുട്ടാന്ന്. അപ്പൊ നോക്കട്ടാ, ആ കുട്ടി അല്ലെങ്കിൽ വെള്ളത്തേക്ക് മാറ്റിയട്ടാ. ഇതിന്റെ പാട് കണ്ട, ചെറിയൊരു പാട്. ഷോൾഡർ കണ്ണന്റെ മോഹനുണ്ടോ? ക്യാമറമാന്റെ എക്സ്പ്രഷനാണ്. ഓ കയ്യുമ്പോ നല്ല റെഡിയാ. ഇട്ടാ ഇതിന് മുക്കിയാലോ ഫോണ്? എന്റെ ഫോണോട് വെച്ചിട്ട് വേണ്ട. പുതിയതാണ് കുഴപ്പം. നമ്മള് ഞാൻ മരുന്നിലാണ് കിടക്കട്ടെ, പായക്കൂടി മേലുകൂടെ കണ്ട് കിടക്കട്ടെ. 3 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ ഉണ്ടാവും. ഏതാച്ചാല് എന്താ മുതുക് ഉണങ്ങിയോ? പറഞ്ഞോളിയോ? അപ്പൊ നമുക്ക് 3 ദിവസം കഴിഞ്ഞ് കാണാം ഇതിന്റെ അപ്ഡേറ്റ്സ്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഇതിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടറെ വീണ്ടും കൺസൾട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 3 ദിവസം കഴിഞ്ഞ് വീണ്ടും കാണാം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.